ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ കറി, നിങ്ങൾക്ക് ആർക്കും അറിയാത്തൊരു സ്പെഷ്യൽ കറി ഉണ്ടാക്കാം. ഇത് ചപ്പാത്തിക്ക്, പിന്നെ റൊട്ടി, ചപ്പാത്തി, ഇങ്ങനത്തെ കുബൂസ്, ഇതിനെല്ലാം ഭയങ്കര പെർഫെക്റ്റ് ആട്ടാ. നല്ല ഇറച്ചിക്കറി ബാക്കിലിരിക്കണം. ഇത് ഈ പയർ നിങ്ങൾക്ക് ഇവിടെ അറിയുമോയെന്നറിയില്ല. ഇത് അങ്ങനെ ഇവിടെ നിന്ന് കൊണ്ടിരുന്നത് കർണാടക കൊടകുന്ന് കൊണ്ടിരുന്നതാണ്. ഈ പയർ ഇവിടെ സാധാരണയായിട്ട് ഞാൻ സൂപ്പർ മാർക്കറ്റിലൊന്നും ഈ പയർ ഞാൻ കാണലില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത് അവിടെ നിന്ന് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഈ പയർ തൊലിച്ച് വെച്ചതാണ് ഇത്. ഈ സംഭവം കണ്ടാ, നമ്മൾ ഇറച്ചിപ്പയർ എന്നെല്ലാം പറയുന്നില്ലേ, അതേപോലത്തെ സംഭവം ഇത്. അപ്പോൾ ഈ പയർ വെച്ചിട്ട് നമുക്കിന്നൊരു കറി ഉണ്ടാക്കാം. ഇതാ കഴുകി എടുത്ത പയർ പകുതിയോളം ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. ഇത് തൊലിച്ചെടുക്കാൻ ഭയങ്കര പാടുണ്ട് കേട്ടോ. ഇതെൻ്റെ ഭർത്താവ് അനങ്ങാണ്ട് പിന്നെ ലീവിന് വന്നേരം അവർക്ക് പണിയൊന്നും ഉണ്ടാവില്ലല്ലോ ലീവിന് വരുമ്പോൾ. അപ്പോൾ എനിക്ക് തൊലിച്ച് ഒരു പാക്കറ്റിൽ ഒരു ബോക്സിലാക്കി തന്നത്. ഇതേപോലെ വേറെ ബോക്സ് ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ പകുതിയോളം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കൂട്ടായിട്ട് ഇടേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങും വെള്ളരിയും. നിങ്ങൾക്ക് എന്തും ഇടാം, വഴുതനങ്ങ ഇടാം, ഉരുളക്കിഴങ്ങ് ഇടുക, എല്ലാം ഇടാം. ഇത് ഞാൻ ഉരുളക്കിഴങ്ങും ഒരു ഹാഫ് വെള്ളരിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഒരു തക്കാളി, ഒരു 4 പച്ചമുളക് അതും കൂടി ഇതിലേക്ക് ഇടുക. ഇതാ കഴുകി എടുത്ത പയർ പകുതിയോളം ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. ഇത് തൊലിച്ചെടുക്കാൻ ഭയങ്കര പാടുണ്ട് കേട്ടോ. ഇതെൻ്റെ ഭർത്താവ് അനങ്ങാണ്ട് പിന്നെ ലീവിന് വന്നേരം അവർക്ക് പണിയൊന്നും ഉണ്ടാവില്ലല്ലോ ലീവിന് വരുമ്പോൾ. അപ്പോൾ എനിക്ക് തൊലിച്ച് ഒരു പാക്കറ്റിൽ ഒരു ബോക്സിലാക്കി തന്നത്. ഇതേപോലെ വേറെ ബോക്സ് ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ പകുതിയോളം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കൂട്ടായിട്ട് ഇടേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങും വെള്ളരിയും. നിങ്ങൾക്ക് എന്തും ഇടാം, വഴുതനങ്ങ ഇടാം, ഉരുളക്കിഴങ്ങ് ഇടുക, എല്ലാം ഇടാം. ഇത് ഞാൻ ഉരുളക്കിഴങ്ങും ഒരു ഹാഫ് വെള്ളരിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഒരു തക്കാളി, ഒരു 4 പച്ചമുളക് അതും കൂടി ഇതിലേക്ക് ഇടുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കല്ലുപ്പ്. ഞാൻ പൊടിയുപ്പ് ഉപയോഗിക്കാറില്ല, കല്ലുപ്പ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഇല്ല, പൊടിയുപ്പും കൊടുത്ത് കൊടുക്കുക. പൊടിയുപ്പ് നല്ലയില്ല, കല്ലുപ്പ ആരോഗ്യത്തിന് നല്ല. എല്ലാം പല വീഡിയോകളും കാണുന്നത് കൊണ്ട് ഞാനിപ്പോൾ പൊടിയുപ്പ് ഉപയോഗിക്കാറേ ഇല്ല. പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഈ മഞ്ഞൾ ഞാനിവിടെ നട്ടിട്ട് കളച്ചിട്ട് പിന്നെ പുഴുങ്ങാതെ, മഞ്ഞൾ സാധാരണ എല്ലാവരും പുഴുങ്ങിയിട്ടാണ് പൊടിക്കുക, ഞാൻ പുഴുങ്ങാതെ അങ്ങനെ പൊടിച്ചെടുത്ത് പെർഫെക്റ്റ് പ്യൂർ മഞ്ഞളാട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി പാർന്നിട്ട് നമുക്ക് ഒരു 5 വിഷിലിന് വേഗം വെന്ത് കിട്ടും. പരിപ്പ് വേകുന്ന അതേ വേവ് കൊണ്ടു. അപ്പോൾ ഒരു 5 വിഷിൽ നമുക്കിത് വേവിച്ചെടുക്കാം. നമ്മുടെ ഭക്ഷണത്തിൽ എല്ലാ ദിവസവും ഇറച്ചിയും മീനും ഇതന്നെല്ലാം ഉൾപ്പെടുത്തുന്നത്. പച്ചക്കറികളൊന്നും ആരും ഇപ്പോഴത്തെ മക്കളൊന്നും പച്ചക്കറിയൊന്നും തിന്നുന്നില്ല. ന്യൂ ജനറേഷനൊന്നും പച്ചക്കറി വേണ്ട. എൻ്റെ മോനിക്കെല്ലാം പച്ചക്കറി ഇട്ട് കൊടുത്തണമെങ്കിൽ അത് ചോറ് വയ്ക്കുന്ന ആ പ്ലേറ്റിൻ്റെ സൈഡെല്ലാം കയറ്റി വെച്ചിട്ടുണ്ടാവും. പച്ചക്കറികൾ, വെള്ളരി, വെണ്ടക്ക, വറവ് ഇതെല്ലാം ഉണ്ടാവും കയറ്റി വെച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ നിർബന്ധമായിട്ടും ഉണ്ടാക്കിയിട്ട് ഇതെല്ലാം കുട്ടികളെ കൊണ്ട് തിന്നിക്കുക. ഇതെല്ലാം നല്ലതാണ്, തടിക്കുക, ആരോഗ്യത്തിന് നല്ല സാധനം ഇത്. അപ്പോൾ ഇതുണ്ടാക്കുക. നല്ല ടേസ്റ്റുള്ള കറിയാണ്. ചപ്പാത്തി, ദോശ, പൊറോട്ടി ഇതിനെല്ലാം പറഞ്ഞ കറിയാണ്. പിന്നെ ഇറച്ചിക്കറിയും കൂടി ബാക്കി നിൽക്കണം. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അത് കുക്കറിലൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനുള്ള അരപ്പ് റെഡിയാക്കുക. കുറച്ച് തേങ്ങ, പിന്നെ 2 കായ് വറ്റൽമുളക്, മുളക് അത് ഇടാൻ പാടില്ല, 2 കായേ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു കഷ്ണം ഉള്ളി, ഒരു 2 ടീസ്പൂൺ മല്ലി, വേറൊന്നും ചേർക്കുന്നില്ല. പച്ചക്കറി ആയതുകൊണ്ട് പട്ടയോ കറാമ്പോ ജീരകമോ ഒന്നും ചേർക്കുന്നില്ല. ഇത് നമുക്ക് നല്ലോണം ഒന്ന് മൈ പോലെ അരച്ചിട്ട് വരാം. ഇത് നമ്മൾ അരപ്പ് നല്ലോണം അരച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിലിട്ട് പയർ എന്തായെന്ന് നോക്കാം. ഒരു 4 വിഷിൽ അടിച്ചിട്ടുണ്ടേനു. അപ്പോൾ ഇത് വെന്തിട്ടുണ്ടാവും. ഇതാ ഈ പയർ നല്ലവണ്ണം വെന്തിട്ടുണ്ട്. പക്ഷെ ഉരുളക്കിഴങ്ങും വെള്ളരിയൊന്നും അടിഞ്ഞു പോയിട്ടില്ല. ഇതാ വെന്തിട്ടുണ്ട്. ഇതാ
ഒന്ന് കാണിച്ചറിയതാ. ഇനി നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് പാർന്നു കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടി പാർന്നിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതെല്ലാം മിക്സാക്കിന് ഇനി ഇതൊന്ന് നമുക്ക് നല്ലോണം ഒന്ന് പതിപ്പിച്ചെടുക്കാം. അടുപ്പത്ത് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് പതിപ്പിച്ചെടുക്കാം. ഇത് ഒന്ന് ചെറുതായി പതിച്ച് വരുമ്പോഴേക്കും ഇനി ഇതിൽ കാര്യമായിട്ടൊന്ന് ചേർക്കാനുണ്ട്. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഒരു ചെറിയ കുടംപുളി. ഇതിനൊരു പുളിയുടെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് നല്ല രസം ഉണ്ടാവും. അപ്പോൾ ഇതാ ഒരു ചെറിയൊരു കുടംപുളിയും കൂടി ഇട്ട് ചെറിയൊരു കഷ്ണം ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഒരു പുളിയും ഒരു മധുരവും പുളിയും എരിവും ഉപ്പെല്ലാം കൂടിയിട്ട് നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും കറി. അപ്പോൾ ഇതൊന്ന് പതുക്കട്ടെ. അപ്പോൾ നമുക്കിതിനൊന്ന് താളിച്ചിട്ട് പാർന്നു കൊടുക്കാം. നമുക്കിതൊന്ന് കടുകിട്ടിട്ട് താളിച്ചു കൊടുക്കാം. കടുകും ഉലുവയും ഒന്നിച്ചിട്ട് വെക്കാറാണ് പതിവ്. എന്നാൽ ഉലുവയും കൂടി അങ്ങ് കുട്ടികളെ വയറ്റിലെല്ലാം ആവുമല്ലോ, അതുകൊണ്ട് ഉലുവയും കടുകും ഒന്നിച്ചിട്ടിട്ട് വെക്കും. ഇനി അതിലേക്ക് കുറച്ച് ഒരു 5 ചോള വെളുത്തുള്ളി, അത് കഴിഞ്ഞ് കുറച്ച് പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില. കറി പതക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇതൊന്ന് നമുക്ക് പറഞ്ഞു നല്ല അടിപൊളി കറിയാണ്. നിങ്ങളെല്ലാം ഒന്ന് തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ടേസ്റ്റ് ഒരിക്കൽ നിങ്ങൾ അറിഞ്ഞാൽ പിന്നെ നിങ്ങളെപ്പോഴും ഇതന്നെ കറി വെക്കും ചപ്പാത്തിക്കെല്ലാം. അതുകൊണ്ട് തീർച്ചയായും നിങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്യാം. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.